ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. അതായത് നിങ്ങൾക്കറിയാമായിരിക്കും, 888 പോർട്ടൽ. അതായത് ഇന്ന് ഓഗസ്റ്റ് 8, 8ാമത്തെ മാസം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ലയൺസ് ഗേറ്റ് പോർട്ടലാണ് തുറക്കുന്നത്. അതായത് ലയൺസ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിശക്തമായ എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അത്രമാത്രം ശക്തമായ എനർജിയാണ്. 8 എന്ന് പറയുന്ന നമ്പർ എന്താണ്, ഇൻഫിനിറ്റി സിമ്പലാണ്, അനന്തമായ ദൈവാനുഗ്രഹം. മനസ്സിലായോ? അനന്തമായതാണത്. അതിന് അത്രമാത്രം അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് 888 പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ചെറിയ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം, ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാൻ. നമുക്ക് ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കണം, അല്ലാത്തത് വിട്ടേക്കണം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കണിശത്തോടും കൃത്യനിഷ്ഠയോടും കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് 8ാം തീയതി രാവിലെ 8 മണിക്ക് 8 തവണ നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതി വയ്ക്കാവുന്നതാണ്. വൈകിട്ടും അതുപോലെ തന്നെ 8 മണിക്ക്. അതായത് 8ാം തീയതി മുതലാണ് 8, 9, 10, 11, 12 ദിവസം വരെയും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്രയും ദിവസം എഴുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി അതുമല്ല, അത്രയും ദിവസം എഴുതാൻ പറ്റിയില്ലെങ്കിൽ 8, 9 2 ദിവസമെങ്കിലും ചെയ്തിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലഘുവായ ആഗ്രഹം നിങ്ങൾക്ക് 8 തവണ എഴുതി വയ്ക്കാവുന്നതാണ്. ഒരു വെളുത്ത പേപ്പർ എടുത്തിട്ട് പച്ച പെന്നുള്ള മഷി എടുത്ത്, അല്ലെങ്കിൽ നീല പെന്നുള്ള മഷി ആയാലും കുഴപ്പമില്ല, എടുത്തിട്ട് പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 888 പോർട്ടൽ എന്നെഴുതാം. അതിന് താഴെ നിങ്ങളുടെ പേരെഴുതിയിട്ട് 8 തവണ നിങ്ങളുടെ ആഗ്രഹം നമ്പർ ഇട്ട് എഴുതാവുന്നതാണ്. നിങ്ങൾക്കത് സാധിച്ചു കിട്ടിയതായിട്ട് വേണം എഴുതാൻ. അപ്പോൾ എന്നിട്ട് അവസാനം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, ഐ ലവ് യു, ഇത്രയും കൂടെ എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം ആവർത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കൂ. എന്നിട്ട് അവസാനം ഈ പേപ്പറുകൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാവുന്നതാണ്, കത്തിച്ചിട്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സൗഭാഗ്യങ്ങൾ, എന്ത് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് സഫലമായി കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വളരെ നല്ല എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ സാമ്പത്തികം നോക്കിയിരിക്കുകയാണ്. സാമ്പത്തികത്തിലേക്ക് ഒരുപാട് ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടോ? അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് സാമ്പത്തികം ലഭിക്കണം എന്നുള്ളത്. കാരണം എന്താണ്, സാമ്പത്തികം ലഭിക്കും നിങ്ങൾക്ക്, കാരണം ഇവിടെ കിരീടം വരുന്നുണ്ട് നിങ്ങളുടെ തലയിലേക്ക്. അപ്പോൾ ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടുന്നതാണ്. മറ്റു പലരും നിങ്ങളെ നോക്കിയിരിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു പരിശ്രമം നിങ്ങൾക്ക് വളരെയധികം ഫലം തരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിലേക്ക് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും, ചേരാതിരിക്കില്ല. ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒന്നിനു വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു കാര്യം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ആവാം, കണ്ടില്ലേ? ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ആവാം ഇത്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയും ആവാം. നിങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടി. അപ്പോൾ ഈ അമിതമായ ആഗ്രഹം നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കിലൂടെ നിങ്ങൾ സാധ്യമാക്കി എടുക്കും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 നമ്പർ ചിലപ്പോൾ നിങ്ങൾ 2 ദിവസമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും.
8-9 ഡേയ്സ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഡേറ്റുകളിൽ, ഈ 2 ഡേറ്റുകളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. രാവിലെ 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തി നിങ്ങളിൽ നിന്ന് പിണങ്ങി പോയിട്ടുണ്ടാവും, അവരാണ് നിങ്ങളുടെ ലോകം എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും. അവർ നിങ്ങളോട് പലതവണയും പറഞ്ഞിട്ടുണ്ടാവും നീയാണ് എൻ്റെ ലോകം എന്നൊക്കെ. മനസ്സിലായി, നിങ്ങളില്ലാതെ ഒരു ജീവിതമില്ല എന്നൊക്കെ പലതവണ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ നിരാശരായിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് ആ ഒരു വ്യക്തി വന്നു ചേരാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ സൺ കാർഡാണ്, കണ്ടില്ലേ? നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വരും. ഇവിടെ നിങ്ങൾ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഫസ്റ്റിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികം നോക്കിയിരിക്കുന്നു അല്ലേ? ഇവിടെയും കണ്ടില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നോക്കിയിരിക്കുന്നു. ഇവിടെയും നിങ്ങൾ പല സാഹചര്യങ്ങളും നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇനി നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത് എങ്കിൽ ആ കുഞ്ഞിൻ്റെതായ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. കുഞ്ഞിനെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതുമല്ല എങ്കിൽ ഒരുപാട് സന്തോഷകരമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സന്തോഷകരമായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ, ഇവിടെ സൂര്യകാന്തി പൂക്കളെല്ലാം വിടർന്നു നിൽക്കുകയാണ്. ഇവിടെ സൺ കണ്ടില്ലേ, ഫുൾ മൂണായിട്ട് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി കിട്ടുന്ന എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അധികം താമസമില്ലാതെ തന്നെ നിങ്ങളിലേക്ക് അത് വന്നു ചേരും. 1+9 10 അല്ലേ? അപ്പോൾ 10 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തുടക്കത്തിൻ്റെതാണ് ഈ ഒരു എനർജി. കണ്ടില്ലേ, ഏതെങ്കിലും ഒരു കാര്യത്തിന് തുടക്കം ഉണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ കുഞ്ഞിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം. അതും അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാവാം, ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു, അതല്ലെങ്കിൽ വീടിന് വേണ്ടി നോക്കിയിരിക്കുന്നു. അമിതമായ സന്തോഷം നിങ്ങൾക്ക് എന്തു തരുന്നുവോ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഫസ്റ്റിലെ തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. സാമ്പത്തികം നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നു, സാമ്പത്തികം വരും നിങ്ങൾക്ക്. 2 ഓഫ് വാൻസിന്റെ എനർജി. അപ്പോൾ വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. വളരെയധികം ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഇവിടെ പൂർണ്ണമായ അല്ലെങ്കിൽ പരിപൂർണമായ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അടുത്തതായിട്ട് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷങ്ങൾ വരുത്താൻ വേണ്ടി മറ്റു പലതിനെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ കപ്പുകളെല്ലാം പൊട്ടി നാശമായിരിക്കുന്നു, കണ്ടല്ലേ? പൊട്ടിക്കഴിഞ്ഞിരിക്കുന്ന ഈ കപ്പുകളല്ലേ, ഈ പൊട്ടിയതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. എവിടോട്ടാണ് മുന്നോട്ട് പോകുന്നത്? ആത്മീയപരമായ ഒരു എനർജിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ 8 ആണ് നമ്പർ, കണ്ടില്ല? അനന്തമായ ഐശ്വര്യം, അതായത് ദൈവികമായ ബ്ലെസ്സിങ്സ് ആണ് 8 എന്ന് പറയുന്ന നമ്പർ എഴുതുമ്പോൾ കണ്ടില്ല, തിരിച്ചിടുമ്പോൾ അനന്തതയുടെ സിമ്പലാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനന്തമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരും. തീർച്ചയായിട്ടും ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തെ സമ്മാനിച്ചത്, വിഷമത്തെ സമ്മാനിച്ചത്, ദുരിതത്തെ സമ്മാനിച്ചത്, നിങ്ങൾക്ക് ായിട്ട് എന്ത് തോന്നിയോ അതിനെ നിങ്ങൾ ഇവിടെ പാടെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാടെ ഉപേക്ഷിക്കലിലൂടെ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. കാരണം അത് അവിടെ തങ്ങി നിൽക്കുന്നില്ല. മറ്റുള്ളവരുടെ പക, അസൂയ, വിദ്വേഷം, കുശുമ്പൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുന്നു. ആ ശുദ്ധമായ ഹൃദയത്തിലേക്ക് ഈശ്വരീയമായ ചൈതന്യം കടന്നു വരുന്നു. അത് അനന്തമായ ഒരു ചൈതന്യമായിട്ട് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നോക്കട്ടെ, ഇനി നമുക്ക് എന്താണെന്ന് അടുത്തത് നോക്കാം.
ഇവിടെയോ ക്യൂൻ ഓഫ് സോർട്സ് ആണ്. കണ്ടില്ലേ? അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത്. ഇനി അതല്ല, മറ്റു ടോക്സിക് ആയിട്ടുള്ള ചില വ്യക്തികളോട് കൂടെ ചേർന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സഹകരിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുമോ? കിട്ടുകയില്ല. മനസ്സിലായോ? എന്തുകൊണ്ട് ഫ്രീഡം കിട്ടത്തില്ല? കാരണം അവരെപ്പോഴും പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരുമാതിരി ഈർഷ്യ തോന്നിച്ചാൽ പോലും നിങ്ങൾ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിക്കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫലം എന്താണ്? ഒരു ഫലവുമില്ല. നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുന്നു, അത്രമാത്രമാണ്. അവിടെ നമുക്ക് അതിന്റെ പരിണത ഫലം അത് മാത്രമാണ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ നല്ല സമയം, ഒരുപാട് വിലയുള്ള അല്ലെങ്കിൽ വിലപ്പെട്ടതായ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള, മറ്റു ചില ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സഹകരണം. അപ്പൊ ആ സഹകരണത്തെയാണ് ഇവിടെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് വരുന്നത്. അങ്ങനെ അതിനെ ഉപേക്ഷിച്ച് വരുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നു. ആരും ഒന്നും നിങ്ങളോട് ചോദിക്കാനില്ല. മനസ്സിലായി? ആരും നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെ തന്നെ നിങ്ങൾക്ക് മാനിക്കാൻ സാധിക്കുന്നു. അതിനെ തന്നെ നിങ്ങൾക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. അത് സാധ്യമാക്കി എടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിവുണ്ടാകുന്നു. ഇവിടെ ചിലപ്പോൾ പുതിയ ജോലിയാവാം, അല്ലെങ്കിൽ പുതിയ ചില വരുമാന മാർഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാം. അതുമല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്? ഏസ് ഓഫ് വാൻസ്. വളരെ നല്ല എനർജി അല്ലേ? നിങ്ങൾ എന്തോ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു. പുതിയതായിട്ട് നിങ്ങൾ എന്തോ തുടക്കത്തിലേക്ക് പോകുന്നുണ്ട്. പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങാനായിരിക്കാം. നിങ്ങളെ ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ദുഃഖിപ്പിച്ചിരുന്ന പല എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി ദൈവികമായ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പുതിയ പദ്ധതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നു. സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാനും ദൈവികമായ അനുഗ്രഹമാണിത്. കണ്ടില്ലേ? ഡിവൈൻ ഹാൻഡാണ് ഇവിടെ ഈ ഒരു സംഭവം, ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടത്തുന്നത് എന്നാണ് കാണുന്നത്. 1 ആണ് നമ്പർ. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്കൊരു തുടക്കമാണ്. എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഒരു തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാധ്യമായി കിട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് സോർട്സ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ മറ്റു പല കാര്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ മുൻപേ തന്നെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെ ഓർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കുന്ന ഒരു സമയമാണോ? തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മോചനം വരാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ജോലി സ്ഥലത്താവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ മറ്റ് ആരോടെങ്കിലുമുള്ള കൂട്ടുകെട്ടിലാവാം, നല്ല ഫ്രണ്ട്ഷിപ്പിലുമാകാം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടാവും അല്ലെ? ആ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റാറിന്റെ പദവിയിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ മുറിപ്പാടുകളെല്ലാം ഹീൽ ചെയ്ത് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? മറ്റുള്ളവർ പറഞ്ഞ വിഷമകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ വെച്ചിരിക്കാതെ നിങ്ങളതിനെ ഹീൽ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നതാണ്. അത്യുന്നതങ്ങളിൽ എന്ന് പറയുമ്പോൾ നല്ല ഒരു ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരു താരമായി തിളങ്ങാനുള്ള സകല വിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ, കരയിലൂടെ ആയാലും വെള്ളത്തിലൂടെ ആയാലും, എങ്ങനെയായാലും നെഗറ്റീവ് സാഹചര്യങ്ങളെ നിങ്ങൾക്ക് പൊരുതി നേടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടാനുള്ള ഒരു കഴിവാണ്
ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അങ്ങനെ മുന്നോട്ട് തീർച്ചയായിട്ടും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവൂ. ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, വേരുറപ്പിച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ, അല്ലേ? നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. പക്ഷെ നിങ്ങൾ മറന്നേ പറ്റൂ, അതിനെ അവിടെ നിന്ന് കളഞ്ഞേ പറ്റൂ. അത് എത്രമാത്രം അവിടെ വേരുറപ്പിച്ചിരിക്കുന്നുണ്ടോ പഴയ ചില വിഷമകരമായ സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, ചില ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഇതൊക്കെ ചിലപ്പോൾ മറക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവിടെ എത്രമാത്രം അതിനെ അത് വേര് ആഴ്ത്തി അതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പടർന്നിട്ടുണ്ടോ അതിനെ നിങ്ങൾ കളഞ്ഞേ വേരോടെ പിഴുതു മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റൂ. അങ്ങനെ വേരോടെ നിങ്ങൾ ആ ദുഃഖത്തെ പിഴുതു മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റും. സ്റ്റാർ എന്നുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താരമായിട്ട് തിളങ്ങാൻ പറ്റും ഏതൊരു സാഹചര്യത്തിലും. ഹെൽത്തിൻ്റെ ആയാലും വെൽത്തിൻ്റെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക്, ധനപരമായ കാര്യങ്ങളിലേക്ക്, സമൂഹത്തിൽ ഒക്കെയും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരുന്ന ഒരു എനർജിയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് പറയുന്നത്, ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിക്കണം. ഇവിടെ കണ്ടില്ല, ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത് നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടെ നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി കണ്ടില്ലേ? പുതിയ ജോലി നിങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ ജോലി കിട്ടുന്നു, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അങ്ങനെ തന്നെ നല്ല എനർജീസ് ആണ് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുകയാണ്. ഈ ഏറ്റവും ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു എനർജി, അതിശക്തമായ എനർജിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ സാധിക്കുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജി വളരെ നല്ല പദവിയിലേക്ക് ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ? ഇവിടെ സൺഫ്ലവർ, അതുപോലെ തന്നെ ഇവിടെ പെറ്റ് എന്ന് പറയുമ്പോൾ ക്യാറ്റിന്റെ, അതായത് പെറ്റ് ആനിമലിനോട് ഭയങ്കര സ്നേഹം. കാര്യം ഇതുങ്ങളൊന്നും നിങ്ങളോട് അടുത്തു കഴിഞ്ഞാൽ വിട്ടുപോകുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പോസിറ്റീവ് എനർജി നിമിത്തം അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കുകയില്ല. നിങ്ങളോട് ആരെങ്കിലും അടുത്ത് കൂടി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ സാധിക്കാത്ത ഒരു എനർജി. അവരും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അവർ മോശമായിട്ടുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കുന്നത്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള ഒരു വ്യക്തിയോട് മറ്റ് നെഗറ്റീവായിട്ടുള്ള എനർജിയിലുള്ള ഒരു വ്യക്തി, ലോ വൈബ്രേഷനിലുള്ളത്, അങ്ങനെ നമുക്ക് പറയാം, ലോ വൈബ്രേഷനിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളിപ്പോൾ ഹൈ വൈബ്രേഷനിലിരിക്കുകയാണ്, അങ്ങനെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സെയിം വൈബ്രേഷനിലുള്ള വ്യക്തിക്ക് മാത്രമേ നിങ്ങളുമായിട്ട് കണക്റ്റായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്, കണ്ടില്ല? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന. ഒരു കാർഡോട്ട് എടുക്കാതെ. ഇവിടെ വന്നിരിക്കുന്ന 7 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ. കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും മോശകരമായ എനർജി പാസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവിടെ അത് പറ്റുകയില്ല. മനസ്സിലായി? അതുകൊണ്ട് അവർക്ക് വിജയം നേടാം എന്ന് വിചാരിച്ചാലൊന്നും അത് സാധിക്കുകയില്ല. കാരണം എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് ഇവിടെ വിജയം വരുന്നത്, എപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് വിജയം വരുന്നത്. കണ്ടില്ലേ? അത് ചാരിയട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ വശത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളിലേക്ക് ആരെങ്കിലും ഇതുപോലെയുള്ള ഒരു എനർജിയിലേക്ക്, നിങ്ങളിലെ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ചീറ്റ് ചെയ്യാം എന്നൊക്കെ കരുതി കൂട്ടി വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിവിടെ രക്ഷപ്പെടാൻ സാധിക്കുന്നു. കാരണം കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചാരിയട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കാണ് വിക്ടറി ആൻഡ് സക്സസ്. നിങ്ങളുടെ കയ്യിൽ കടിഞ്ഞാൻ പോലും ഇല്ലാതെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല എങ്കിൽ കൂടെ ഇവിടെ വാഹനമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ചാരിയട്ട് കാർഡിലൊക്കെ കുതിര വണ്ടിയെ കാണിച്ചിട്ടുണ്ട്, രഥം കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? വാഹനമാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സക്സസ്സിലോട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വിൽ പവറാണ്, മെന്റൽ സ്ട്രെങ്ത് ആണ് കൂടുതലായിട്ട്. ആ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ വിൽ പവർ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിൽ
വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കാണ് വിജയം. ഇതൊരു വിക്ടറി ആൻഡ് സക്സസിന്റെ കാർഡാണ്. ഇത് റീയൂണിയന്റെ കാർഡാണ്. ചാരിയട്ട് എന്ന് പറയുന്നത് നല്ല സക്സസ് തരുന്ന കാർഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഏശുകയില്ല എന്ന് പറയുന്നത്. മനസ്സിലായി? ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ അവർ തോറ്റു പോവുകയേ ഉള്ളൂ. നിങ്ങൾക്ക് വിജയം തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കെയറിങ് കണക്ഷൻസ് ആണ്. കണ്ടില്ലേ? നിങ്ങൾ കെയർ ചെയ്യുന്ന കണക്ഷൻ നിങ്ങളിലേക്ക് വരും. ഞാനിപ്പോൾ ചാരിറ്റ് കാർഡ് കാണിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാസ്റ്റർ കാർഡ് ചാരിറ്റ് വന്നപ്പോൾ പറഞ്ഞ എന്താണ്? വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, റീയൂണിയൻ സംഭവിക്കും എന്ന്. ഇവിടെ കണ്ടില്ലേ, ഒരു റീയൂണിയനുള്ള കാർഡാണ് ഇത്. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് പിണങ്ങിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയന് സാധ്യമാകുന്നു. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഒത്തുചേർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങളുടേതായ ലൈഫിലേക്ക് പോകുന്നുണ്ട്. അവർ നന്നായിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇത് പാർട്ട്ണറുടെ കാര്യമല്ല, ഏതൊരു കാര്യത്തിലായാലും, മറ്റ് അമ്മ മക്കൾ ബന്ധമായാലും ഏതൊരു ബന്ധമായാലും കെയറിങ് ആണ്. അപ്പോൾ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊരു പാർട്ട്ണർ മാത്രമല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ എനർജി മാത്രമല്ല അവിടെ വന്നിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള എനർജീസും ഉണ്ട്. നിങ്ങളെ കെയർ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരുന്ന, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് മാൻ ഹോൾഡിങ് എ കോയിൻ. കണ്ടില്ലേ? ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആയിരുന്നു ഫസ്റ്റ് ടാരോ കാർഡിൽ വന്നിരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ ഒരു ഒറക്കിൾ കാർഡിൽ വന്നിരിക്കുന്നത് മാൻ ഹോൾഡിങ് എ കോയിൻ. ഇവിടെ എന്താണ്? കണ്ടില്ലേ? ഇവിടെ ഇത് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു മസ്കുലിൻ എനർജിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. കാരണം ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇതാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഇതിനായിട്ടാണ് ജീവിക്കുന്നത്, ഇത് ഞാൻ ഒരുപാട് നേടിയെടുക്കും എന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി അവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എങ്കിൽ ധാരാളമായിട്ട് മണി എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഏഞ്ചൽ ഓഫ് ലവ് ആണ്. ഏഞ്ചൽസിന്റെ സ്നേഹം. കണ്ടില്ലേ? ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വരുന്നത്. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ. അപ്പൊ നിങ്ങളിലേക്ക് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആരോടോ പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രണയം നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു. ഇനി ഇവിടെ ഈ പ്രണയം മാത്രമല്ല, ഈ ഒരു ഏഞ്ചലിൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ, ഇതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉദാരമായിട്ട് സംഭാവന ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ സ്നേഹം തോന്നിക്കൊണ്ട് മറ്റുള്ളവരോട്, പാവങ്ങളോടൊക്കെയും സ്നേഹം തോന്നാം നിങ്ങൾക്ക്. അങ്ങനെ സ്നേഹം തോന്നിക്കൊണ്ട് അവർ പാവപ്പെട്ടവരാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അവർക്ക് ദാനം ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് ചക്രാസും ഇവിടെ ആക്റ്റീവ് ആകാൻ തുടങ്ങും. അപ്പോൾ റൂട്ട് ചക്ര ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് ധാരാളമായി വന്നു ചേരും. നിങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ മറ്റ് ചക്രാസ് എല്ലാം ഇവിടെ മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ ചക്രാസ് 3 ഉണ്ട്, ലോവർ ചക്രാസ് 3 ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇതെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടുമ്പോഴെന്താണ്, നിങ്ങൾക്കൊന്ന് പ്രശസ്തിയിലേക്ക് വരാനുള്ള സമയം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാറിന്റെ പദവി കണ്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പദവി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ വരവ് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ മാൻ ഹോൾഡിംഗ് എ കോയിൻ കണ്ടില്ലേ? ഇവിടെ സാമ്പത്തികം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് അവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? സണ്ണാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സൺ കാർഡ് കണ്ടില്ലേ? സൺ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുതരുന്നത്? ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷത്തിലേക്കുള്ള വരവാണ് നിങ്ങൾക്ക് ഇവിടെ. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് സൺ കാർഡ് വരുന്നത് എന്താണ്? ഒരുപാട് പ്രകാശമാണ്. സൺ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് നമ്പർ. ഇവിടെ ഇന്ന് 1 വന്നിട്ടുണ്ട് ഒരുപാട്. ഇവിടെ 1+9 നമുക്ക് ടാരോ കാർഡിലും സൺ കാർഡ് വന്നിരുന്നതാണ്. അപ്പോൾ 1+9 ആണ് അവിടെ 10. 10 എന്ന് പറയുമ്പോൾ 1. ഇവിടെ 111 വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് വൺസിന്റെ നമ്പർ എത്രയാണ്? 1 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയോ? ഇവിടെയും നമ്പർ 1 ആണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ 111ന്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതാണ്. ഈ കാര്യങ്ങളിലൊക്കെയും കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ ഇവിടെ കുഞ്ഞിനെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഒരു കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവിടെ കുഞ്ഞിന്റെ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും. കുഞ്ഞിനെ കൊണ്ട് സന്തോഷിക്കാനുള്ള എനർജി. കുട്ടികളില്ലാതിരുന്ന് ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുന്നവർക്ക് വളരെയധികം സന്തോഷകരമായ വാർത്ത കേൾക്കാൻ ഇടവരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക്, ഹാപ്പിനെസ്സിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പല വിധത്തിലുള്ള സന്തോഷം, വിവാഹമാണോ, മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേരണമെന്ന് ആഗ്രഹിച്ചിരുന്ന കൂടിച്ചേരുന്ന എനർജിയാണോ, അതുമല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണോ, അതുമല്ല എങ്കിൽ സാമ്പത്തികം വരുന്ന എനർജിയാണോ, വീടാണോ, വാഹനമാണോ, എങ്ങനെ ഏതൊരു കാര്യത്തിൽ സന്തോഷകരമായ ഒരുപാട് എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വുമൻ ഹോൾഡിങ് എ കോയിൻ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ മാൻ ഹോൾഡിങ് എ കോയിൻ ഇല്ലേ, അപ്പോൾ ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും. അപ്പോൾ നമുക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം, ഏഞ്ചൽ മെസ്സേജസ് ഒന്ന് നോക്കാം. വളരെയധികം ഏഞ്ചൽസിന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഇവിടെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കണ്ടല്ലേ, ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് ഇത് വരാതിരിക്കുമോ? ഏഞ്ചൽസ് പറയുന്നത് എന്താണ്? അടുത്ത കുറച്ച് മാസങ്ങൾക്കകം, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും. നിങ്ങൾക്ക് മറുകര ജോലിക്ക് പോകാൻ വേണ്ടിയാണോ, അത് നിങ്ങൾക്ക് സാധ്യമാകും. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ജോബിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടോ, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ വാഹനം വാങ്ങിക്കാനോ മറ്റ് വീടിന് വേണ്ടിയോ ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ടുണ്ട് ഇവിടെ. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ. സാമ്പത്തികം കണ്ടില്ലേ, ഇവിടെ രണ്ട് സൈഡിലും ഓപ്പർച്യൂണിറ്റീസ്, സക്സസ്, അതുപോലെ അബണ്ടൻസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നല്ല നിലയിലേക്ക് പോകാൻ സാധിക്കും എന്നാണ്, ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് രണ്ട് കാർഡ്സ് കൂടി എടുക്കാവേ. ഇവിടെ സക്സസ് ആണ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, കണ്ടില്ല, സക്സസിന്റെ കാർഡാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഭയങ്കരമായി പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അബണ്ടൻസ് കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു സക്സസ് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാവേ. റിമെയിൻ പോസിറ്റീവ്, ഇത് മതി. റിമെയിൻ പോസിറ്റീവ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിരിക്കൂ എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പോസിറ്റീവ്. ഞാൻ പറഞ്ഞല്ലോ, 3 ഓഫ് സോർഡിന്റെ എനർജി വന്നപ്പോൾ എന്താണ് പറഞ്ഞത് ഇവിടെ? നിങ്ങൾക്ക് പഴയ കാര്യങ്ങളെ ഓർത്ത് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റുവാൻ സമയമായിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ എന്നിട്ട് എന്താണ്? പോസിറ്റീവായിരിക്കൂ. ദുഃഖങ്ങളെ ഒരിക്കലും ഉള്ളിൽ തങ്ങി നിർത്താൻ സമ്മതിക്കരുത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ദുഃഖം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കും തോറും, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ ഇരിക്കും തോറും നിങ്ങളിലേക്ക് പോസിറ്റീവായ എനർജി കടന്നു വരികയില്ല, ഈശ്വര ചൈതന്യം കടന്നു വരികയില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഹൃദയത്തിൽ നിഷ്കളങ്കതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അതുമല്ല, മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും ഒക്കെ പുലർത്തിയിട്ട് ആരുടെയെങ്കിലും മുഖത്തോട്ട് നോക്കുമ്പോൾ എന്താണ്? കറുത്ത മുഖമാണ്. കറുത്ത മുഖം എന്ന് പറയുമ്പോൾ കറുത്ത നിറത്തെ പറ്റിയല്ല പറയുന്നത്. ബ്ലഡ് അങ്ങനെ നെഗറ്റീവായിരിക്കുന്ന ആ നെഗറ്റീവായ ആ ഒരു എനർജിയാണ് അവിടെ. അപ്പൊ ആ നെഗറ്റീവായ എനർജി എന്താണ്? അവിടെ ഒരു ബ്ലാക്ക് എനർജി ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തീർത്തും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവഗണിക്കുക, മുന്നോട്ട് പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്ത് വരൂ. അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ സക്സസ് ആണ് വരാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ റീഡിംഗ്.
ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അതും ചെയ്തിരിക്കണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.